ഹായ് വെൽക്കം ടു നീതാസ് ഡ്രീംസ്. ഇന്ന് ഞാൻ ഇത് കണ്ടോ ഒരു സ്നാക്സ് ആട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുമേ. വെറുതെ അരിപ്പൊടിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും പിന്നെന്താ ഉപ്പും മുളക് പൊടിയും മാത്രമുള്ളൂ. അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കണ വിധമാണ് ഞാനിന്ന് പറഞ്ഞു വരാൻ പോകുന്നത്. പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ വീഡിയോ കാണണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കേട്ടല്ലേ? നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിന്ന് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ 3 സവാളയായിട്ട് എടുത്തേക്കണേ. കണ്ടോ? സോറി 3 അല്ല 4 എടുത്തിട്ടുണ്ട്. 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 4 സവാള ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ അരിയണം കേട്ടോ. നല്ല സ്ലൈസാക്കി വേണം അരിയാൻ, എന്നാലാണ് ഒന്നും കൂടി ഇതിന് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ. കാരണം വളരെ നീളത്തിൽ അരിയണം. ഇതൊക്കെ ഇത്തിരി കട്ടി കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ എനിക്ക്. നിങ്ങളിത് അരിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. കാരണം വളരെ നേർത്ത് അരിഞ്ഞാൽ മാത്രമേ സ്നാക്സിന് ഒന്ന് ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇതപ്പോൾ വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വേപ്പില ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ചെയ്തേക്കണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അരിഞ്ഞ സവാളയില്ലേ, സവാളയ്ക്ക് ഒരു നിറം കിട്ടാനായിട്ടാട്ടോ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേ കണ്ടില്ലേ പച്ചമുളകുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി വേപ്പില ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യം തന്നെയില്ല. ഇപ്പം തന്നെ കണ്ട നല്ലോണം ഒരു വെള്ളമായിട്ട് വന്നുണ്ട് കേട്ടോ. സവോളയിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകുമല്ലോ നമ്മളിത് അരിഞ്ഞ് കഴിയുമ്പോൾ. അധികം മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. ഞാനിത് ഇത്തിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് അതുപോലെ ഉപ്പ് ചേർക്കാൻ മറന്നു പോകല്ലേ. ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൂട്ടി തിരുമ്മിയിട്ട് നമുക്ക് അരിപ്പൊടി ചേർക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ അരിപ്പൊടി ചേർക്കുക എന്നുള്ളതാണ്. അരിപ്പൊടി ചേർക്കുമ്പോൾ അത് നമ്മൾ സവാള എത്ര എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് അരിപ്പൊടി ചേർക്കണം. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അരിപ്പൊടി ചേർത്ത ശേഷം നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് തുടരാം കേട്ടോ. അല്ലേ നിൽക്കട്ടെ. ഞാനിനി എന്ത് ചെയ്തേക്കണേന്ന് വെച്ചാൽ, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ആ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയിലേക്കും ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അരിപ്പൊടി ചേർത്തു കേട്ടോ. അപ്പോൾ ആ മുളക് പൊടിയുടെ നിറമുണ്ട് ഇത്. അരിപ്പൊടി ചേർത്തു. പിന്നെന്താ കുറച്ച് വെളിച്ചെണ്ണയും മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ വെള്ളം ചേർത്തിട്ടേ ഇല്ല. വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് തളിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും ആ സവോളയിൽ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നേ. അതുകൊണ്ട് അരിപ്പൊടി വേണ്ട നല്ല ഉണ്ട വെട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എണ്ണ ചൂടാക്കി നമുക്ക് പയ്യെ വറുത്തെടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഇത് നല്ല സിമ്പിളാണ്. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ സവാള ചെറുതായിട്ട് അരിയുക, അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് അരിയുക, പിന്നെന്താ ഇഞ്ചി വേപ്പിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത ശേഷം കുറച്ച് മുളക് പൊടി ഉപ്പും ചേർക്കുക. കളറിനായിട്ടാണ് മുളക് പൊടി ഉപ്പും ചേർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ അരിപ്പൊടി ചേർത്ത് ഒന്ന് ഉരുട്ടിട്ടോ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കണ്ടതേ കയ്യിലൊട്ടാതെ ഇതിങ്ങനെ പോരും. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരാട്ടോ. ഇനി അടുത്ത ഘട്ടം അതാണ്. ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഉപ്പും അരിപ്പൊടിയൊക്കെ ചേർത്ത് ഇങ്ങനെ ഉരുട്ടി വെച്ചില്ലേ, മുളക് പൊടിയും ചേർക്കണം കേട്ടോ. ഇത് നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണയും ചേർക്കണേ. വെള്ളം ചേർക്കണ്ട കേട്ടോ. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി ഒന്ന് തളിക്കാം കേട്ടോ. ഇത് ഞാൻ മൊത്തം ഇതാണ് വെളിച്ചെണ്ണയാണ് ചേർത്തത്. ഒട്ടിപ്പിടിക്കാതെ വന്നേക്കണണ്ട. നമുക്ക് എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇടാം. ഈ ബോൾസ് ഉണ്ടോ. തീ എപ്പോഴും സിമ്മിലിടണം കേട്ടോ. ഇത് എന്നിട്ട് നമുക്ക് വറുത്ത് കോരി നല്ല ചായക്കൊക്കെ ഉപയോഗിക്കാം. ചായക്ക് പറ്റിയ സ്നാക്സാണ്. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ആ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കണ്ടോ ഇതുപോലെ ആകുമേ. ഞാനിപ്പോൾ ഇത് വറുത്ത് കോരണ കണ്ടോ. നമ്മളിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ബോൾ പോലെ വരില്ല. ഇതിപ്പോൾ ഇനി നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയും അല്ലെങ്കിൽ ചില്ലി സോസിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ലൊരു സ്നാക്സാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതെന്താ പറയുക, കിളിക്കൂടുന്നോ എന്തെങ്കിലുമൊക്കെ പേരിട്ടോ. ഇതിപ്പോൾ എൻ്റേതായ ഒരു പരീക്ഷണമാണ്. അപ്പം ഞാനിനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.